നമസ്കാരം. ഇന്ന് ഇപ്പോൾ ആരംഭിക്കുകയാണ് ഇറാനെതിരായ അമേരിക്കൻ യുദ്ധം. അത് അവസാനിക്കില്ല എന്ന സൂചനകൾ ട്രംപ് നൽകുമ്പോൾ തിരിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വലിയ തിരിച്ചടി ഇറാൻ തുടരുന്ന പശ്ചാത്തലമാണ്. ഒപ്പം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ അമേരിക്കയുടെ ട്രംപിന്റെ ഭീഷണികൾ മറികടന്ന് അവിടെ ടോൾ പിരിവ് തുടങ്ങി എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയും പുറത്തുവരുന്നുണ്ട്. വിശദമായി ഈ വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. When we are finally free from the wickedness of Iranian aggression and the specter of nuclear blackmail. Because of the actions we have taken, we are on the cusp of ending Iran's sinister threat to America. ഇറാനെതിരായ യുദ്ധം നിർത്തില്ലെന്ന് ട്രംപ് 3 ആഴ്ച കൂടി തുടരും. ധാരണയിലെത്താൻ തയ്യാറായില്ലെങ്കിൽ ഇറാനെ ശിലായുഗ സാഹചര്യത്തിലേക്ക് എത്തിക്കും. ലക്ഷ്യം എണ്ണയല്ല, മേഖലയിൽ സമാധാനം ഉറപ്പാക്കലാണെന്നും ട്രംപ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തി ഇറാന്റെ പ്രതികാരം. അബുദാബിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിലും ആക്രമണം. സൗദി അറേബ്യയിലെ കിഴക്കൻ മേഖലയിലേക്ക് ഡ്രോണുകളും മിസൈലുകളും. ബഹ്റിന് നേരെയും ഇറാന്റെ ആക്രമണം. കടുത്ത പ്രത്യാക്രമണ ഭീഷണിയുമായി ഇറാൻ സൈന്യം. യുദ്ധം അവസാനിക്കാറായി എന്ന ട്രംപിന്റെ അവകാശവാദം തള്ളി. അമേരിക്കയും ഇസ്രായേലും പൂർണ്ണമായും കീഴടങ്ങുന്നതുവരെ പോരാട്ടം തുടരും. ഭീകരമായ പ്രഹരങ്ങൾ ഇനി പ്രതീക്ഷിക്കാമെന്നും ഇറാൻ. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ ടോൾ പിരിച്ചു തുടങ്ങിയെന്ന് റിപ്പോർട്ട്. കപ്പലുകൾ പരിശോധിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ. ടോൾ പിരിവ് ചൈനീസ് കറൻസിയായ യുവാനിലെന്നും വിവരം. നമ്മുടെ സംസ്ഥാനത്ത് മികച്ച ആരോഗ്യ സംരക്ഷണം മുതൽ ഉയർന്ന ചികിത്സ വരെ സർക്കാർ സംവിധാനത്തിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം. നവകേരള പൂർത്തീകരണത്തിന് 60 പരിപാടി എന്ന LDF. 50% സ്ത്രീകൾക്കും കേരളത്തിൽ പഠനം പൂർത്തിയാക്കുന്നവർക്കും തൊഴിൽ ക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കുമെന്ന് LDF-നൊപ്പം UDF-ഉം. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. വനിതാ ലീഗ് ദേശീയ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് നൂർബിന റഷീദ്. പാർട്ടിയിൽ വനിതാ ലീഗിന് കടുത്ത അവഗണന. വിയോജിപ്പുണ്ടെങ്കിലും ലീഗ് വിടില്ലെന്നും നൂർബിന. 4, 3, 2, 1. Booster ignition. Ends next. Good roll pitch. 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് ആർട്ടിമിസ് 2 വിക്ഷേപിച്ചു. മനുഷ്യരുമായി ഓറിയോൺ പേടകത്തിന്റെ ആദ്യ യാത്ര. ആദ്യ ഭ്രമണപഥം ഉയർത്തൽ വിജയമെന്ന് നാസ. രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ്. അതിക്രമം നടന്ന കാരവാൻ കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ശ്രമം. സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്നവരുടെ മൊഴിയെടുക്കും. ഇന്തോനേഷ്യയിൽ വൻ ഭൂചലനം. ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, മലേഷ്യ തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ വരെ സുനാമി സാധ്യത. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ. ആദ്യം ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ 3 ആഴ്ച കൂടി തുടരുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട്. യുദ്ധം US വിജയിച്ചു കഴിഞ്ഞുവെന്ന് ട്രംപ് ആവർത്തിക്കുന്ന പശ്ചാത്തലം ഏറെ പ്രധാനമാണ്. ഇറാനെ സൈനികമായി തകർത്തു. അവരുടെ സാമ്പത്തിക ശേഷി ഇല്ലാതാക്കി. അവരുടെ നേതാക്കളെ കൊലപ്പെടുത്തി. അമേരിക്കയുമായി ധാരണയിലെത്താൻ തയ്യാറായില്ലെങ്കിൽ ഇറാനെ ശിലായുഗത്തിന് സമാനമായ അവസ്ഥയിലെത്തിക്കുമെന്നാണ് ട്രംപിന്റെ വലിയ ഭീഷണി ഉണ്ടാകുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നത്. ഏതായാലും നമുക്കറിയാം, വലിയ കുറേ നാളുകളായി ട്രംപ് ഇത്തരം അവകാശവാദങ്ങൾ മുഴക്കുന്നുണ്ട്. പക്ഷേ ഇതിനോടൊക്കെ ഇറാൻ പുല്ലുവില കൽപ്പിച്ചുള്ള പ്രതികരണമാണ് നടത്തുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്നും സമാനമായി തന്നെ
ട്രംപിന്റെ അവകാശവാദങ്ങൾ വരുന്നു. പക്ഷേ യുദ്ധം അവസാനിക്കില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നും തന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്കെല്ലാം എത്തിക്കഴിഞ്ഞു എന്നുമായിരുന്നു ട്രംപിന്റെ അവകാശവാദം. ഇപ്പോൾ പറയുന്നു ഇനി 3 ആഴ്ച കൂടി യുദ്ധം തുടരുമെന്ന്. കാർത്തിക്, എന്താണ് ട്രംപ് ഇങ്ങനെ ഓരോ ദിവസവും കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നത് എന്നുള്ളതൊരു പക്ഷേ ലോകരാജ്യങ്ങൾക്ക് ആശങ്ക അല്ലെങ്കിൽ കൗതുകമുണ്ടാക്കിയേക്കാം. കാരണം നേരത്തെ പറയുന്നു ഇറാനെ പൂർണ്ണമായും തകർത്തു, ഇനി യുദ്ധത്തിന്റെ ആവശ്യമില്ല, നേതാക്കളെയൊക്കെ ഞങ്ങൾ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞുവെന്ന്. ഇപ്പോൾ പറയുന്നു യുദ്ധം ഇനി 3 ആഴ്ച കൂടി തുടരുമെന്ന്. ഏതായാലും ഹോർമുസുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ ട്രംപ് ഒഴിവാക്കി കഴിഞ്ഞു. ഇനി 3 ആഴ്ച എന്തിനു വേണ്ടി മാറ്റിവെക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. രഞ്ജിത്ത്, ഫെബ്രുവരി 28-ന് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി അമേരിക്കൻ ജനതയെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിസംബോധന ചെയ്യുമ്പോൾ സ്വാഭാവികമായും ലോകം പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളുമുണ്ട്. 34-ാം ദിവസം ട്രംപ് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള എന്ത് നടപടികൾ ട്രംപ് വിശദീകരിക്കും എന്നതായിരുന്നു. നേരത്തെ ലോകം കണക്ക് കൂട്ടിയിരുന്നത് ഘട്ടം ഘട്ടമായി ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ, അതല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഘട്ടം ഘട്ടമായുള്ള പദ്ധതികൾ വ്യക്തമാക്കുന്ന ഒരു ടൈം ലൈൻ, അതുമല്ലെങ്കിൽ ഒരു കരയുദ്ധത്തിനുള്ള നീക്കം, അത് പരസ്യമായി ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറയും. ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അപ്പോഴും 20 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ഉടനീളം ട്രംപ് ഇതുവരെ നടത്തിയ അവകാശവാദങ്ങളുടെ തനി ആവർത്തനമാണ് നടത്തിയത്. സ്വാഭാവികമായും അതുതന്നെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതും. ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ഏറ്റവും വലിയ വിമർശനം, യുദ്ധം ആരംഭിച്ചതുപോലെ ഈ യുദ്ധത്തിന് ഒരു എക്സിറ്റ് പ്ലാൻ അമേരിക്കയുടെ കൈവശം ഇല്ലായിരുന്നു എന്നതാണ്. ട്രംപ് ഇപ്പോൾ അവകാശവാദമായി പറയുന്നത് ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കാൻ കഴിഞ്ഞു, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ കഴിഞ്ഞു, അവരുടെ വ്യോമസേനയെ തകർക്കാനായി, നാവികസേനയെ തകർക്കാനായി, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു. ഈ യുദ്ധത്തിൽ സൈനികമായി ലക്ഷ്യം വെച്ചതെല്ലാം നേടാൻ കഴിഞ്ഞു എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. പക്ഷേ അപ്പോഴും ഈ ട്രംപ് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയും ഇസ്രയേലിന് നേരെയും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് ഇറാൻ. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധം അവസാനിക്കും, US സൈന്യം ഇറാനിൽ നിന്ന് പിൻവാങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ടെഹ്റാൻ നിഷേധിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒന്ന്, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറിനായി ഇറാന്റെ നേതാക്കൾ നിരന്തരം ആവശ്യപ്പെടുന്നു എന്ന് ഒരു അവകാശവാദം ട്രംപ് ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇറാൻ നേതൃത്വം ഇത് പൂർണ്ണമായി തള്ളുകയാണ്. ഇത്തരത്തിൽ യാതൊരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ലെന്നും ഈ പോരാട്ടം ശക്തമായി തുടരുക തന്നെ ചെയ്യുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അടക്കം പരസ്യ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. അതായത് നിലവിലുള്ള പിരിമുറുക്കങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിന് ശേഷവും ഉള്ള സാഹചര്യം. ക്രൂഡ് ഓയിൽ വില ഉയരുന്നു, അതോടൊപ്പം തന്നെ മറ്റു പ്രതിസന്ധികൾ അത് നേരത്തെ നിലനിന്നിരുന്ന പോലെ തന്നെ തുടരുകയും ചെയ്യുന്നു. എന്തായാലും ട്രംപ് അഭിസംബോധന ചെയ്യുമ്പോൾ ലോകം പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. മറിച്ച് ഇതുവരെ അദ്ദേഹം എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് കഴിഞ്ഞ 24 ദിവസങ്ങളിൽ പല ഘട്ടങ്ങളിലും പരസ്പര വിരുദ്ധമായ അവകാശവാദങ്ങളാണ് ഉന്നയിച്ചത്. ആ അവകാശവാദങ്ങൾ തന്നെയാണ് ഇപ്പോഴും ട്രംപ് ആവർത്തിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതാണ്. പക്ഷേ അതിന് മറുപടിയായി ഇറാന്റെ പ്രസ്താവനയും ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പ്രതികരണം വന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിന്നാലെ കടുത്ത പ്രത്യാക്രമണ ഭീഷണിയാണ് ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഇറാൻ സൈന്യം യുദ്ധം അവസാനിക്കാറായി എന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന പശ്ചാത്തലം ഏറ്റവും നിർണായകം തന്നെയാണ്. ഇറാന്റെ സൈനിക വക്താവ് ഇക്കാര്യം അറിയുകയും ചെയ്തു. അമേരിക്കയും ഇസ്രായേലും പൂർണ്ണമായി കീഴടങ്ങുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ IRIB വഴിയാണ് സൈനിക ആസ്ഥാനത്ത് നിന്നുള്ള ഈ പ്രസ്താവന പുറത്തുവിട്ടത്. നമുക്കതിൻ്റെ കൃത്യമായ ഗ്രാഫിക്സ് കൂടി ഒന്ന് കാണിച്ചാൽ പ്രേക്ഷകർക്കത് വ്യക്തമാകും. ബുധനാഴ്ച വൈകുന്നേരമാണ്, ഇന്നലെയാണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന പശ്ചാത്തലം ഉണ്ടായത്. ഇറാനെ ശിലായുഗത്തിലേക്കും മറ്റും മടക്കിക്കൊണ്ടു പോകുമെന്നായിരുന്നു ട്രംപിൻ്റെ പ്രസ്താവന ഉണ്ടായത്. പക്ഷേ ഇതിന് വളരെ കൃത്യമായ തിരിച്ചടിയാണ്. തങ്ങൾ ഇതുവരെ നൽകിയതിനേക്കാൾ ഭീകരമായ പ്രഹരങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും, പ്രതീക്ഷിക്കണമെന്നാണ് ഇപ്പോൾ ഇറാന്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും തകർച്ച
അപമാനകരവും നിത്യമായ ഖേദത്തിനിടയാക്കുന്നതുമായിരിക്കുമെന്നാണ് സൈനിക വക്താവ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതേസമയം ഇറാന്റെ സൈന്യം ദുർബലമാണ് എന്ന് പറഞ്ഞതിനെ പരിഹസിക്കുന്ന പശ്ചാത്തലം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് അമേരിക്ക ലക്ഷ്യം വെച്ച കേന്ദ്രങ്ങൾ നിസ്സാരമാണെന്നും ഇറാന്റെ പ്രധാന സൈനിക ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഇപ്പോഴും ശത്രുക്കൾക്ക് അപ്രാപ്യമാണെന്നും ഇറാൻ പറയുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇത് വളരെ പ്രധാനമാണ് കാർത്തിക്. കാരണം അമേരിക്ക പറയുന്നത് ഇറാനെ പൂർണ്ണമായി നശിപ്പിച്ചു, അവരുടെ നാവിക ശേഷി നശിപ്പിച്ചു, അവരുടെ സൈനിക ശേഷി പൂർണ്ണമായി ഇല്ലാതാക്കിയെന്നാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഇറാന്റെ മറുപടി വരുന്നത്. തീർച്ചയായിട്ടും രഞ്ജിത്ത്, അമേരിക്ക എത്ര ശക്തമായി തിരിച്ചടിച്ചു അതിൻ്റെ ഇരട്ടിയിലധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കും പ്രത്യാക്രമണ ഭീഷണി തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അമേരിക്കയും ഇസ്രയേലും അവർ പൂർണ്ണമായി കീഴടങ്ങുന്നതുവരെ ഈ യുദ്ധം തുടരും എന്ന് ഇറാൻ പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന സൂചനകൾ തന്നെയാണ് ഇറാൻ നൽകുന്നത്. അതായത് നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് സജീവമായി തുടരുമ്പോഴും മറുവശത്ത് ഈ ആക്രമണം, അതായത് അമേരിക്ക ഇസ്രയേൽ സംയുക്തമായി നടത്തുന്ന ഈ ആക്രമണം അത് എത്രത്തോളം രൂക്ഷമായി തുടരുന്നു, അതേ തീവ്രതയോടെ തന്നെ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളതുപോലെ യു എസിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, അതായത് മിഡിൽ ഈസ്റ്റിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് അവർ നൽകുന്നത്. ഏത് ആക്രമണവും നേരിടാൻ സജ്ജം എന്നാണ് അവരുടെ ആർമി കമാൻഡർ ഇൻ ചീഫ് അമീർ ഹത്താമി പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നതും. ഇറാൻ സൈന്യം ദുർബലമായെന്ന ട്രംപ് ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. ആ അവകാശവാദം പൂർണ്ണമായും തള്ളുകയാണ് ഇറാൻ എന്നതും ശ്രദ്ധേയമാണ്. തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക ശേഷിയെക്കുറിച്ച് അമേരിക്കയ്ക്ക് യാതൊരു ധാരണയുമില്ല എന്നൊരു പരിഹാസം കൂടി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് നമ്മൾ നേരത്തെ ട്രംപ് ഉന്നയിച്ച അവകാശവാദങ്ങൾ, അതായത് ഈ യുദ്ധത്തിൽ അമേരിക്ക ലക്ഷ്യം വെച്ച ഇതെല്ലാം നേടി എന്ന് അമേരിക്ക പറയുമ്പോൾ ഇറാൻ്റെ നാവികസേനയെ തകർത്തു, അതോടൊപ്പം തന്നെ വ്യോമശേഷിയെ തകർക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ തന്നെ 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഇസ്രയേലിന് നേരെ ഇപ്പോഴും മിസൈൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഇറാൻ. മറ്റൊന്ന്, ഇറാൻ്റെ നാവികശേഷി തകർത്തു എന്ന് അവകാശപ്പെടുമ്പോഴും ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോഴും നിസ്സഹായമായി നിൽക്കുകയാണ് അമേരിക്ക എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ കൂടി ട്രംപിൻ്റെ ഇന്നത്തെ പ്രഖ്യാപനം, അതായത് ഇന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത് അത് എടുത്തു വായിക്കേണ്ടതാണ്. കാരണം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി അമേരിക്കയുടെ പ്രശ്നമല്ല എന്ന് ട്രംപ് പറയുമ്പോൾ അത് നാറ്റോയ്ക്കടക്കമുള്ള സന്ദേശമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഈ ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കാനും അവിടുത്തെ നിയന്ത്രണം ഏറ്റെടുക്കാനുമായി പല ഘട്ടങ്ങളിലും സജീവമായ ശ്രമങ്ങൾ US-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനായി ബ്രിട്ടൻ്റെ അടക്കം സഹായങ്ങൾ ഈ യുദ്ധം ആരംഭിച്ച ശേഷം പല ഘട്ടങ്ങളിലും അമേരിക്ക പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നാറ്റോ രാജ്യങ്ങളൊന്നും തന്നെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറായില്ല. അമേരിക്കയുടെ ഏറ്റവും വലിയ അടുപ്പമുള്ള രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന ബ്രിട്ടൻ ആകട്ടെ പല ഘട്ടങ്ങളിലായി ഈ ആവശ്യം ഉയർന്നെങ്കിലും നേരിട്ട് ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ ഭാഗമാകാനില്ല എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഇത് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല. സ്വാഭാവികമായും നാറ്റോയുമായുള്ള ബന്ധത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ് എന്നതടക്കമുള്ള അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രതികരണങ്ങൾ അത് വരും കാലങ്ങളിൽ, അതായത് ഈ യുദ്ധം അവസാനിപ്പിച്ചാലും ശേഷവും, ഇത് ഒരുപക്ഷെ യുദ്ധം അവസാനിച്ചാലും അതിനുശേഷവും നാറ്റോ രാജ്യങ്ങളുമായി അമേരിക്കയ്ക്കുള്ള ബന്ധം അത് നിലവിലുള്ളതുപോലെ മുന്നോട്ട് പോകില്ല എന്ന വ്യക്തമായ സൂചനയാണ് ആ വാക്കുകളിൽ ഉള്ളത്. കാരണം നാറ്റോ രാജ്യങ്ങളൊന്നും തന്നെ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളൊന്നും തന്നെ സൈനികമായി അമേരിക്കയെ പിന്തുണയ്ക്കാൻ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ ഒരു ഘട്ടത്തിലും അവർ തയ്യാറായില്ല. നേരെ മറിച്ച് ഒരു ഘട്ടത്തിൽ സൈപ്രസിലടക്കം നടന്ന ആക്രമണങ്ങളിൽ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ അമേരിക്ക ഇസ്രായേലുമായി ചേർന്ന് നടത്തുന്ന ഈ യുദ്ധത്തിന്റെ ഭാഗമാകാൻ ഒരു ഘട്ടത്തിലും നാറ്റോ തയ്യാറായില്ല. തീർച്ചയായും. ഒപ്പം കാർത്തിക്, ഈ US ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഇറാൻ തുടരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. UAE ആസ്ഥാനമായ അബുദാബിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയാണ് നമുക്കറിയാം കെസാദ്. അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രപ്രധാന മേഖല കൂടിയാണ്. കെസാദിലേക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ മിസൈൽ തകർത്തു. ഒരു മിസൈൽ അവിടേക്ക് എത്തി, അത് തകർത്തു എന്ന വിവരമുണ്ട്. കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ച പശ്ചാത്തലമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല എന്ന് അബുദാബി അറിയിച്ചിട്ടുണ്ട്. മീഡിയ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. കെസാദ് സാമ്പത്തിക മേഖലയിൽ നമുക്കറിയാം ശനിയാഴ്ച ഒരു ആക്രമണം സമാനമായി ഉണ്ടായിരുന്നു. ഇതിൽ 6 പേർക്ക് പരിക്കേറ്റ പശ്ചാത്തലം വളരെ പ്രധാനമായിരുന്നു. ഒപ്പം സൗദി അറേബ്യയിലെ കിഴക്കൻ മേഖലയിലേക്കും ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. അത് പരാജയപ്പെടുത്തിയെന്നാണ് സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ബഹ്റിന് നേരെയും ഇറാൻ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. രാത്രിയിൽ
രാത്രിയിലും പുലർച്ചെയുമായി നിരവധി ഡ്രോണുകൾ എത്തിയെന്ന് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്ന പശ്ചാത്തലം ഉണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേ ബഹ്റൈൻ താൽക്കാലികമായി അടയ്ക്കുന്ന സാഹചര്യം ഗൗരവതരമാണ്. അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈവേ സഞ്ചാരപാത കൂടിയാണ് അത്. അതിനുശേഷമാണ് ഈ ഡ്രോൺ അവശിഷ്ടമൊക്കെ നീക്കിയ ശേഷമാണ് തുറക്കാനായത് എന്നുള്ളത് ഗൗരവതരമായ സാഹചര്യമായി ആ രാജ്യം കാണുന്നുണ്ട്. അങ്ങനെ കാർത്തിക്, ഓരോ മേഖലയും പ്രത്യേകിച്ച് ഗൾഫിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തകർത്തടിക്കുകയാണ് ഇറാൻ. ഈ യുദ്ധം ആരംഭിച്ച ശേഷം ഒരു ഘട്ടത്തിൽ ഇറാൻ മധ്യ ഏഷ്യയിലെ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ US-ൻ്റെ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണം അത് പല ഘട്ടങ്ങളിലായി വ്യാപിച്ചു. പിന്നെ ഓയിൽ റിഫൈനറികൾ കേന്ദ്രീകരിച്ച് ആക്രമണമുണ്ടായി. പലപ്പോഴും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവ ഉപയോഗിച്ച് പ്രതിരോധിച്ചപ്പോൾ മിസൈൽ പതിച്ചും മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചും ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ചും പല മേഖലയിലും നാശനഷ്ടങ്ങളുണ്ടായി. ഇന്ന് ഈ ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത ശേഷവും ഈ ആക്രമണങ്ങൾ ശക്തമായി തുടരുന്നു എന്നതാണ് അത് ഏറ്റവും ശ്രദ്ധേയം. അതിൽ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അബുദാബിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയായ കെസാദിന് സമീപമുള്ള ആക്രമണം സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം കുവൈറ്റിന് നേരെ നടത്തിയ ആക്രമണത്തെക്കാൾ വലിയ ആക്രമണമായി അവർ വിലയിരുത്തുന്നു എന്നത് വേണം വിശേഷിപ്പിക്കാൻ. എല്ലാം തകർന്ന മിസൈൽ അവശിഷ്ടം വീണ് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് അബുദാബി മീഡിയ ഓഫീസ് തന്നെയാണ് അറിയിച്ചത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെ കിഴക്കൻ മേഖലയിലും സമാനമായ രീതിയിൽ വ്യോമാക്രമണം തുടർന്നു. ഇത്തരത്തിൽ ഒരു വശത്ത് US ഇസ്രയേലുമായി ചേർന്ന് ശക്തമായ ആക്രമണം നടത്തുമ്പോൾ മറുവശത്ത് ആദ്യം മുതൽ തന്നെ ഏത് യുദ്ധതന്ത്രമാണോ സ്വീകരിച്ചത് അത് തന്നെയാണ് ഇറാൻ ഈ ഘട്ടത്തിലും പിന്തുടരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിനെ ഒരു തരത്തിലും ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അവസാനിപ്പിക്കാൻ ഇത്തരത്തിൽ ഇറാനിന്മേൽ സമ്മർദ്ദം ചെലുത്തി മധ്യ ഏഷ്യൻ രാജ്യങ്ങളിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു ഇടപെടലും നടത്താൻ സാധിക്കുന്നില്ല എന്നത് അമേരിക്കയ്ക്ക് വലിയ തോതിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. മാത്രമല്ല ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്ക 3 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുന്നു. വരും ആഴ്ചകളിൽ ശക്തമായ ആക്രമണം തുടരുമെന്ന് പറയുന്നു. ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന വലിയ മുന്നറിയിപ്പ് നൽകുന്നു. തീർച്ചയായും. ഒപ്പം മറ്റൊരു വാർത്ത, ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ അമേരിക്ക ഏറ്റവും കൂടുതൽ ട്രംപ് പറഞ്ഞ ഞങ്ങൾക്ക് ആ എണ്ണ ആവശ്യമില്ല എന്നാണ്. കാരണം ഹോർമുസ് പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ട്രംപ് നടത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഒറ്റവെടുവിൽ പറയുന്ന എണ്ണ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് എണ്ണ വേണ്ട രാജ്യങ്ങൾ വേണമെങ്കിൽ അവർ തന്നെ അത് ഹോർമുസ് പിടിച്ചെടുക്കണം, അതിനുശേഷം തങ്ങളുടെ പാതകൾ സുരക്ഷിതമാക്കണം എന്നാണ് പറയുന്നത്. ആവശ്യമുള്ള രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഹോർമുസ് സംരക്ഷിക്കാമെന്നും തങ്ങളുടെ കപ്പലുകളെ സംരക്ഷിക്കാമെന്നും മറ്റും ട്രംപ് പറയുകയാണ്. അമേരിക്കയുടെ ഭാവി മികച്ച നിലയിലാണ്. എണ്ണ ഞങ്ങൾക്ക് ഇറക്കുമതി ചെയ്യുന്നില്ല ഹോർമുസ് വഴി, അതുകൊണ്ട് ഭാവിയിലും അത് ഉണ്ടാകില്ല. അതായത് ഏതാണ്ട് ലോകരാജ്യങ്ങളെയൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടാണ്. നമുക്കറിയാം ഹോർമുസിലാണ് ഈ ആക്രമണങ്ങൾക്ക് ഇറാൻ പ്രതികാരം നൽകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. അത് പിടിച്ചെടുത്ത് വിശിഷ്ടമായി കരുതണമെന്നൊക്കെ ട്രംപ് നേരത്തെ പറഞ്ഞ സാഹചര്യമുണ്ട്. അവിടെയാണ് ഇപ്പോൾ അവിടെ നിന്ന് പിന്നോട്ട് പോകുന്നത്. കാർത്തിക, ഇതും വളരെ നിർണായകമാണ്. ഹോർമുസിൽ നിന്ന് ഉള്ള താല്പര്യം ട്രംപ് ഉപേക്ഷിക്കുന്നു. മറ്റ് ലോകരാജ്യങ്ങളുടെ തലയിലേക്ക് ഹോർമുസ് നിയന്ത്രണം ഇട്ടുകൊടുക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾ അവിടെ സുരക്ഷിതമാക്കണമെന്ന് പറയുന്നതിനോട് ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കണം. ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായി തകർത്തു എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് പക്ഷേ ഹോർമൂസിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ ഈ ഘട്ടം വരെയും കഴിഞ്ഞിട്ടില്ല. ഹോർമൂസിൽ ഇപ്പോഴും അതിൻ്റെ നിയന്ത്രണം ഇറാന്റെ കൈവശം തന്നെയാണ്. പല ഘട്ടങ്ങളിലായി വിവിധ രാജ്യങ്ങളുടെ പിന്തുണ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ ആ പിന്തുണ ലഭിച്ചില്ല. അതിൻ്റെ കൂടെ വേണം ഇന്ന് ട്രംപ് നടത്തിയ ഈ വാക്കുകളെ ചേർത്ത് വായിക്കാൻ. കാരണം ഹോർമുസ് വഴിയുള്ള എണ്ണ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നില്ല, മറ്റ് രാജ്യങ്ങളാണ് അത് ഇറക്കുമതി ചെയ്യുന്നത്. അത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഇനി ഈ കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു വെക്കുകയാണ് ട്രംപ്. അതായത് ഇനി അവരുടെ ഉത്തരവാദിത്വം, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നാറ്റോ അടക്കം മറ്റു മധ്യേഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈന അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ ഹോർമുസ് വഴി എണ്ണ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ ഉള്ള രാജ്യങ്ങൾക്ക് മേൽ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ട്രംപ്. മാത്രമല്ല അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹോർമുസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അമേരിക്ക ഇതുവരെ നടത്തിയ ഇടപെടലുകൾ ഫലം കണ്ടില്ല. അത് ഫലം കാണാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ ഇറാൻ കമാൻഡറുടെ ഒരു പ്രതികരണം കണ്ടിരുന്നു. അതായത് ഇറാൻ സൈന്യത്തിന് എന്തൊക്കെ സൈനിക ശേഷിയിൽ ഇനിയും എന്തൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കയ്ക്ക് ഊഹിക്കാൻ പോലും കഴിയില്ലെന്ന്. അത് തന്നെയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഭീതിയിലാക്കുന്നതും. കാരണം ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഏറ്റവും ചെറിയ വീതി, അതായത് ഈ ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകുന്ന പാതയിലെ ഏറ്റവും ചെറിയ വീതി 34 കിലോമീറ്ററാണ്. ആ 34 കിലോമീറ്റർ ഉള്ള ഈ വീതി കുറഞ്ഞ ഈ കടലിടുക്കിൻ്റെ പല വശങ്ങളിലും ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന
അതായത് കടലിനടിയിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഈ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടം മുതൽ പുറത്തു വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ ഇറാൻ്റെ യുദ്ധക്കപ്പലുകളെ ആക്രമിച്ചു എങ്കിൽ കൂടിയും അവരുടെ നാവികസേനയെ പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോൾ കൂടിയും ഇനിയും ഇറാൻ്റെ പക്കലുള്ള ആയുധങ്ങൾ എന്തൊക്കെ, അത് ഇറാൻ വിനിയോഗിക്കുന്നത് ഏത് തരത്തിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഇറാൻ അത്തരത്തിലൊരു നാവിക സൈന്യത്തിൻ്റെ ശേഷി വിനിയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രോക്സീസ്, അതായത് ഇറാനുമായി ബന്ധപ്പെട്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമീപ രാജ്യങ്ങളിൽ നിന്ന് ആക്രമണം നടത്തുന്നവർ അവർ എന്തൊക്കെ ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അമേരിക്ക ആദ്യം മുതൽ കണക്ക് കൂട്ടിയതിനൊപ്പമായിരുന്നില്ല ഈ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള സാഹചര്യങ്ങൾ. അത് തന്നെയാണ് അവരെ ആശ്ചര്യപ്പെടുത്തുന്നതും. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാറ്റോ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഈ ഹോർമൂസിൻ്റെ കാര്യത്തിൽ കിട്ടിയതുമില്ല. അതാണ് ഇത്തരത്തിൽ ഹോർമൂസിൻ്റെ കാര്യത്തിൽ ഇന്ന് ഇത്തരം ഒരു വാക്കുകൾ ട്രംപിന്റെ കാർത്തിക്കാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തുവരുന്നത്, US പ്രസിഡന്റ് ട്രംപിന്റെ വാക്കുകൾക്ക് ഒരു തരത്തിലും വെല്ലുവിളികൾക്കും ഇറാൻ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള സൗകര്യം ഇറാൻ ആരംഭിച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഹോർമുസിനെ ഞങ്ങളൊരു രാജ്യത്തിനൊരു സാമ്പത്തിക സ്രോതസ്സായി മാറ്റുമെന്ന്. പനാമ കനാൽ, സുയസ് കനാൽ എന്നിവയെ പോലെ വലിയ പ്രധാനപ്പെട്ട ഒരു മേഖലയാക്കി, സാമ്പത്തികം വാരാൻ പറ്റുന്നൊരു മേഖലയാക്കി ഹോർമുസിനെ മാറ്റാനുള്ള അവസരമായി ഇറാൻ ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തെ സ്വീകരിക്കുകയാണ്. ടോൾ പിരിക്കുന്നത് സംബന്ധിച്ച നിയമം ഇറാൻ പാർലമെന്റ് ഉടൻ കൊണ്ടുവരും എന്ന തീരുമാനം അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് ഉണ്ടായത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ പാതയിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെയെല്ലാം ഇറാന്റെ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അംഗങ്ങൾ തടയുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കപ്പലുകളെയെല്ലാം ഹോർമുസിലെ ലാറക് ദ്വീപിലൂടെ തുറമുഖം വഴി കടത്തിവിടുന്നു. ഇവിടെയാണ് ടോൾ ബൂത്ത്. ഈ കപ്പലുകളെ IRGC വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. കഴിഞ്ഞ മാർച്ച് 13 ശേഷം 57ഓളം കപ്പലുകൾ ഇതുവഴി കടന്നുപോയി. കപ്പലുകൾ ആദ്യം IRGCയെ സമീപിച്ച് കപ്പലിന്റെ രജിസ്ട്രേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറണം, ജീവനക്കാരുടെ വിവരങ്ങൾ കൈമാറണം, എന്താണ് കപ്പലിനുള്ളിലുള്ളത് എന്നത് അറിയിക്കണം, കപ്പലിന്റെ ലക്ഷ്യസ്ഥാനവും IRGCയെ അറിയിക്കണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. IRGC സമ്മതിച്ചാൽ മാത്രം കപ്പലിന് കടന്നു പോകാം. അനുമതി കിട്ടിയില്ലെങ്കിൽ കപ്പൽ തിരികെ പോകണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്, ചൈനീസ് കറൻസിയായ യുവാനിലാണ് മിക്ക കപ്പലുകളും ടോൾ അടച്ചതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇതിന് ഇടനില നിൽക്കുന്നതും ഒരു ചൈനീസ് കമ്പനിയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്നാൽ മറ്റൊരു കൗതുകകരമായ കാര്യം, തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ചൈനയുടെ 2 കപ്പലുകൾക്കും ഇറാൻ ഹോർമുസിൽ തടഞ്ഞ് ടോൾ പിരിച്ചു എന്നുള്ളതാണ്. അതും വലിയ ചർച്ചയായ പശ്ചാത്തലമുണ്ട്. ഏതായാലും ചൈനീസ് കറൻസിയായ യുവാനിൽ ടോൾ പിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ നിർണായകമായി മാറുന്നു. അങ്ങനെ ഹോർമുസ്, യുദ്ധമുണ്ടാക്കിയ പ്രതിസന്ധി, ഹോർമുസിൽ തങ്ങളുടെ രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ആഗമന മാർഗമായി ഇറാൻ മാറ്റുന്നു എന്നതും പ്രധാനമാണ്. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം, അത് അമേരിക്കൻ സൈന്യത്തെ സംബന്ധിച്ചുള്ള ഒരു വിവരം കൂടിയാണ്. അമേരിക്കയുടെ സൈനിക രഹസ്യങ്ങൾ ചോരുന്നു എന്നുള്ള ചില നിർണായകമായ കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. യുവ അമേരിക്കൻ സൈനികർ തങ്ങളുടെ വിന്യാസത്തെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ പുറത്തുവിടുന്നതായാണ് റിപ്പോർട്ട്. സാൻഡിഗോയിലെ ഒരു സ്ട്രിപ്പ് ക്ലബ് നർത്തകി ടിക്ടോക്കിലൂടെ പുറത്തുവിട്ട ഈ വെളിപ്പെടുത്തലുകൾ ഈ അമേരിക്കൻ കേന്ദ്രങ്ങളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. സൈനിക നീക്കങ്ങളെക്കുറിച്ച് സൈനികർ പങ്കുവച്ച ചില വിവരങ്ങൾ, അവരുടെ വീഡിയോയും മറ്റും ഈ നർത്തകി പറയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അമേരിക്കൻ സൈന്യത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വലിയ ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട ഉയരുന്ന പശ്ചാത്തലമാണ്. സാൻഡിഗോയിലുള്ള ചാം ഡെയ്സ് എന്ന നർത്തകിയാണ് സൈനികർ തങ്ങളുടെ വിവരങ്ങൾ പങ്കുവെക്കുന്നതായി വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഇവർ യുദ്ധമുഖത്തേക്ക് പോകുന്നതിന് മുൻപ് ഒരു ക്ലബിൽ വെച്ച് തന്നോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഈ നർത്തകി അവകാശപ്പെടുന്നത്. യുദ്ധത്തിന് പോകേണ്ടി വരുന്നതിൽ ഈ സൈനികർ അതീവ ദുഃഖിതരും വിഷാദത്തിലുമാണെന്ന് നർത്തകി പറയുന്നു. ക്ലബിലെത്തുന്ന ഇവർ കൈവശമുള്ള പണം മുഴുവൻ അവിടെ ചിലവഴിക്കുകയാണെന്നും ഈ നർത്തകി വീഡിയോയിൽ വ്യക്തമാക്കുന്നു. ഏറ്റവും വലിയ US സൈനിക കേന്ദ്രങ്ങളൊന്നാണ് സാൻഡിഗോ. US സൈനിക നഗരങ്ങളിൽ സാധാരണയായി കാണാറുള്ളത് പോലെ ഈ താവളങ്ങൾക്ക് സമീപം ധാരാളം സ്ട്രിപ്പ് ക്ലബ്ബുകളുമുണ്ട്. നിരവധി ആളുകളാണ് ഈ വീഡിയോകളിൽ പ്രതികരണവുമായി വന്നിരിക്കുന്നത്. അതായത് സൈനിക രഹസ്യങ്ങൾ പുറത്തുവിടുന്നതിനെ വിമർശിച്ച് ചിലർ പ്രതികരിച്ചപ്പോൾ യുദ്ധത്തിൻ്റെ മാനുഷിക വശത്തെപ്പറ്റി സംസാരിച്ചതിന് ആളുകൾ ഈ നർത്തകിയെ അഭിനന്ദിക്കുകയും മറ്റും ചെയ്യുന്ന പശ്ചാത്തലം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും ഇത് വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. സ്വർണ്ണവിലയിൽ ഇതിനിടയിൽ വൻ ട്രംപിൽ തട്ടി താഴേക്കാണ് ഇപ്പോൾ സ്വർണ്ണവില. ഓഹരി വിപണിയിലും വൻ ഇടിവ് സംഭവിച്ച പശ്ചാത്തലം ആഗോള തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. നിഫ്റ്റിയും സെൻസെക്സും ഇന്ത്യയിൽ തകർന്ന് തരിപ്പണമായ പശ്ചാത്തലമാണ്. അപ്പം സ്വർണ്ണവിലയും വലിയ തോതിൽ താഴേക്ക് പോയി എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായി സംഭവിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നത്.